ജന്മങ്ങളായി ഭാഗം 84. പക്ഷേ ഇവിടെ ഈ നെഞ്ചിൽ ഈ വീട്ടിൽ എനിക്ക് എപ്പോഴും ഒരു കുഞ്ഞു കുട്ടിയായിട്ടിരിക്കാനാണ് ഇഷ്ടം. എനിക്ക് ചുറ്റും നിങ്ങളെല്ലാവരും ഉള്ളപ്പോൾ ഞാൻ എപ്പോഴും ഒരു ചെറിയ കുട്ടി തന്നെയാണ് സിദ്ധുവേട്ടാ, അവൾ പറഞ്ഞു. എന്നാൽ ഈ കുഞ്ഞു കുട്ടിയെ ഞാൻ എടുത്തുകൊണ്ട് പോട്ടെ എന്ന് പറഞ്ഞ് അവൻ അവളുടെ മറുപടിക്ക് പോലും കാക്കാതെ അവളെ 2 കൈകൾ കൊണ്ടും കോരിയെടുത്തു. സിദ്ധുവേട്ടാ, ആരെങ്കിലും കാണും. പിന്നെ എല്ലാവരും പോയി കിടന്നു. എൻ്റെ പെണ്ണ് മാത്രമേ ഇങ്ങനെ വഴക്കിട്ട് ഇവിടെ ഇരിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ് അവൻ അവളെയും ചേർത്ത് നെഞ്ചിലേക്ക് പിടിച്ചുകൊണ്ട് റൂമിലേക്ക് പോയി. പിറ്റേ ദിവസം രാവിലെ തന്നെ സിദ്ധാർത്ഥം ഭദ്രയും കൈലാസം തറവാട്ടിലേക്ക് ഇറങ്ങി. കൂടെ ലക്കിയും ഉണ്ട്. ലക്കിയെ കണ്ടപ്പോൾ മുതൽ കിട്ടു കുറച്ച് പരിഭവത്തിലാണ്. അതുപോലെ തന്നെ കിട്ടുവും പരിഭവത്തിലാണ്. 2 പേരും അടുത്തേക്ക് പോവില്ല. അകലെ നിന്ന് 2 പേരും നോക്കി നിൽക്കും. അത് കാണുമ്പോൾ തന്നെ ചിരി വരും. അവർ 2 പേരും അവൾക്ക് എപ്പോഴും നല്ല കൂട്ടായിരിക്കുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ സഞ്ജുവിന് ഒരു ആശ്വാസം തോന്നി. ജിഷയെ കെട്ടിപ്പിടിച്ച് കുറച്ചു നേരം അവൾ നിന്നു. നീ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? ഞാനും അഞ്ജലിന് ചേച്ചിയും നിന്റെ കൈലാസം തറവാട്ടിലേക്ക് മതിൽ ചാടും. നീ നോക്കിക്കോ. എത്ര നേരാ ഇവിടെ തന്നെ ഇരിക്കുന്നത്? അന്ന് വന്നതുപോലെ ഇടയ്ക്ക് ഒരു പണി തന്ന് ഞങ്ങൾ തിരിച്ചു പോരും, ജിഷ പറഞ്ഞു. ഇനി അങ്ങോട്ട് പോയാ 2 എണ്ണത്തിൻ്റെയും മുട്ടുകാലി ഞാൻ തല്ലി ഓടിക്കും. അന്ന് എന്ത് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാ. എന്നും അത് ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് ഇനി 2 എണ്ണവും ഇവിടെ നിന്ന് മതിൽ ചാടാൻ നോക്കിയാ സമ്മതിക്കില്ല ഞാൻ, സഞ്ജു അല്പം ദേഷ്യത്തിൽ പറഞ്ഞു. അത് അവൻ്റെ ദേഷ്യമല്ലായിരുന്നു, പേടിയായിരുന്നു. തൽക്കാലത്തേക്ക് വിനീഷ് ജിഷയെ കാണരുത്. വിനീഷ് എന്നല്ല, ആ വീട്ടിലെ ആരും. അതുകൊണ്ടാണ് അവൻ അങ്ങനെ പറഞ്ഞത്. എന്നാൽ അവൻ വഴക്ക് പറഞ്ഞതും ജിഷ അവനോട് പിണങ്ങി മുഖം ഏറ്റിപ്പിടിച്ച് നിന്നു. ഇവളോട് ഒരു കാര്യവും പറയാൻ പറ്റില്ല, അപ്പോഴേക്കും പിണങ്ങും. പിന്നെ ദേ ഇതാണ് അവസ്ഥ, മുഖവും ഏറ്റിപ്പിടിച്ച് നിൽക്കും, സഞ്ജു പറഞ്ഞു. മോളെ, അവൻ അവൻ്റെ പേടി കൊണ്ട് പറയുന്നതാണ്. നമ്മൾ കുറച്ചുനാൾ ഒന്ന് ശ്രദ്ധിക്കണം, അതുകൊണ്ടല്ലേ, അച്ഛൻ പറഞ്ഞു. എൻ്റെ ദൈവമേ, കൈലാസം തറവാടിൻ്റെ ചക്രവർത്തി ചന്ദ്രമേനോൻ ഇത്രയും സോഫ്റ്റായിട്ട് സംസാരിക്കാനൊക്കെ അറിയുമോ? ഈ 3 പെൺകുട്ടികളോടും നല്ല സോഫ്റ്റായിട്ട് സംസാരിക്കും. നമ്മളോട് സംസാരിക്കുമ്പോൾ രാജാവ് പ്രജകളോട് സംസാരിക്കുന്നത് പോലെയാണ്, സഞ്ജു പറഞ്ഞു. അതെ, അദ്ദേഹത്തിന് പെൺകുട്ടികളോട് ഒരുപാട് ഇഷ്ടമാണ്, അതുകൊണ്ടാണ്, സിദ്ധാർത്ഥിൻ്റെ അമ്മ പറഞ്ഞു. വല്ല കാര്യമുണ്ടായിരുന്നോ? പെൺകുച്ചെങ്ങാനും ആയി ജനിച്ചാൽ പോരായിരുന്നോ? സഞ്ജു സിദ്ധുവിനോട് പറഞ്ഞു. അപ്പോഴത്തെ അവിടുത്തെ ഒരു വിഷമം പിടിച്ച അന്തരീക്ഷം മാറ്റാൻ സഞ്ജുവിന് സാധിച്ചു. സിദ്ധാർത്ഥും ഭദ്രയും അവരോട് യാത്ര പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങി. അവിടെ നിന്നും ഇറങ്ങിയതും ഭദ്രയുടെ മുഖം മാറുന്നത് സിദ്ധു ശ്രദ്ധിച്ചു. അവൻ അവളുടെ കയ്യിൽ പിടിച്ചു. ഞാനുണ്ട്, ധൈര്യമായിട്ടിരിക്കെ. ഒരു നിമിഷം പോലും ഞാൻ ആ വീട്ടിൽ നിന്നെ തനിച്ചാക്കി പോകില്ല, പോരെ? ആ വാക്ക് ഞാൻ തെറ്റിക്കില്ല, അവൻ പറഞ്ഞു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവർ വീണ്ടും കൈലാസം തറവാട്ടിലേക്ക് എത്തി. കാറിൽ നിന്നും ഇറങ്ങിയ ഭദ്രയുടെ കയ്യിൽ ലക്കി ഉണ്ടായിരുന്നു. അവിടെ എത്തിയതും കിട്ടു പറന്ന് അവൻ്റെ സ്ഥലത്തേക്ക് പോയി. അതൊരു പിണങ്ങിപ്പോക്കാണെന്ന് സിദ്ധുവിന് മനസ്സിലായിരുന്നു. അവർ 2 പേരും പരസ്പരം കുറച്ച് അകലം വിട്ട് അകത്തേക്ക് കയറി. അവർ ഹാളിലേക്ക് ചെല്ലുമ്പോൾ വിജീഷിൻ്റെ അച്ഛൻ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഇതെന്താ അങ്കിളെ, ഇവിടെ ആരുമില്ലേ? ഞാൻ വിചാരിച്ചു ഇവിടെ വിനീഷ് വന്നതിൻ്റെ സന്തോഷം കൊണ്ട് ആഘോഷമായിരിക്കുമെന്ന്, സിദ്ധാർത്ഥ് ചോദിച്ചു. അവൻ്റെ ശബ്ദം കേട്ട് എല്ലാവരും റൂമിൽ നിന്നും പുറത്തേക്ക് വന്നു. എല്ലാവരുടെയും മുഖത്ത് സങ്കടവും ഉറങ്ങാത്തതിൻ്റെ ക്ഷീണവും എല്ലാം കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. എന്തു പറ്റി എല്ലാവർക്കും? എവിടെ വിനീഷ്? അവനെ കണ്ടില്ലല്ലോ, വളരെ ആവേശത്തോടെ സിദ്ധാർത്ഥ് ചോദിച്ചു. അപ്പോഴാണ് ഭാനുമതിയുടെ റൂമിൻ്റെ വാതിൽ തുറക്കുന്നത്. വാതിൽ തുറന്ന് വിനീഷും ഭാനുമതിയും വിജയമേനോനും പുറത്തേക്കിറങ്ങി. വിനീഷിൻ്റെ കണ്ണുകൾ ആദ്യം ചെന്നത് ഭദ്രയിൽ ആയിരുന്നു. അവൻ ഭദ്രയെ നോക്കുന്നത് കണ്ടതും സിദ്ധാർത്ഥ് അതിന് മുന്നിൽ കയറി നിന്ന് അവൻ്റെ അടുത്തേക്ക് ചെന്നു. ഏട്ടാ എന്ന് വിളിച്ചുകൊണ്ട് വിനീഷ് വന്ന് സിദ്ധുവിനെ കെട്ടിപ്പിടിച്ചു. താല്പര്യമില്ലാത്തതുപോലെ സിദ്ധു നിന്നു കൊടുത്തു. അവൻ സിദ്ധുവിനെ കെട്ടിപ്പിടിച്ചെങ്കിലും അവൻ്റെ കണ്ണ് ഭദ്രയിലായിരുന്നു. സിദ്ധാർത്ഥ് ഭാനുമതിയെ നോക്കി. ഭാനുമതി അവനെ നോക്കിക്കൊണ്ട് കണ്ണിൽ സങ്കടഭാവം വരുത്തി നിന്നു. എന്തു പറയുന്നു ഭദ്ര, സുഖമാണോ? കുറേ നാളായല്ലോ നമ്മൾ കണ്ടിട്ട്, വിനീഷ് പറഞ്ഞു. ഭദ്ര ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പടികൾ നടന്നു കയറാൻ പോയതും, എടി, നിന്റെ ബാഗ് ആരെടുത്തു കൊണ്ടുവരുമെന്ന് വിചാരിച്ചു? ഇത് എടുത്തുകൊണ്ടുവരാൻ നിന്റെ വേലക്കാരൊന്നുമില്ല ഇവിടെ, എടുത്തുകൊണ്ട് പോടി,
സിദ്ധാർത്ഥ് പറഞ്ഞതും ഭദ്ര അവനെ നോക്കി. അവൻ്റെ കണ്ണുകളിലെ ആ ഭാവം മനസ്സിലായതുപോലെ അവൾ ലക്കിയേയും പിടിച്ചുകൊണ്ട് തന്നെ തിരിച്ചു വന്ന് അവളുടെ ബാഗ് എടുത്തു. അവൾ ബാഗ് പിടിക്കാൻ പോയതും ആ സമയം തന്നെ വന്ന് വിനീഷ് പിടിച്ചു. ഞാൻ എടുത്തുകൊണ്ട് വരാം, അവൻ പറഞ്ഞു. അവൾ സിദ്ധാർത്ഥിനെ നോക്കി. ആ നിമിഷം സിദ്ധാർത്ഥിൻ്റെ കണ്ണുകളിലെ ഭാവം മനസ്സിലായതുപോലെ അവൾ, വേണ്ട, ഞാൻ എടുത്തോളാം, എനിക്കറിയാം എൻ്റെ സാധനങ്ങൾ എടുക്കാൻ എന്ന് പറഞ്ഞ് അവൾ വേഗം ബാഗിൽ പിടിച്ച് തിരിച്ചു നടന്നു. അവൾ മുകളിലേക്ക് കയറിപ്പോകുന്നത് വിനീഷ് അവിടെ നിന്നും നോക്കി നിന്നു. അവൻ അവളെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടതും സിദ്ധാർത്ഥിന് ദേഷ്യം വന്നു. അവൻ പടികൾ കയറാൻ പോയതും മുത്തശ്ശി അവനെ വിളിച്ചു. സിദ്ധു, ഒന്നിങ്ങ് വന്നേ എന്ന് പറഞ്ഞ് അവർ സിദ്ധാർത്ഥിനെയും കൊണ്ട് അവരുടെ റൂമിലേക്ക് പോയി. മോനെ, ഭദ്രമോൾക്ക് വിനീഷിനെ ഇനിയും നീ വിട്ടുകൊടുക്കാൻ നോക്കുകയാണോ? അതിൻ്റെ ആവശ്യമുണ്ടോ? അവരുടെ മനസ്സിൽ എന്താണെന്ന് വ്യക്തമായിട്ട് അറിയാവുന്ന സിദ്ധാർത്ഥ് അതിന് ഒന്നും മിണ്ടാതെ നിന്നു. എനിക്കറിയാം നീ അവന് വേണ്ടിയാണ് അവളെ കല്യാണം കഴിച്ചതെന്ന്. അതും നിന്റെ ജീവിതം പോലും നീ മറന്നു. ഇനിയും നീ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടോ? എൻ്റെ അഭിപ്രായം നീ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ്. കാരണം ഭദ്രമോളെ ഇനിയും വീണ്ടും മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കാൻ എന്ന് പറഞ്ഞാൽ അതൊരിക്കലും നല്ല കാര്യമല്ല. നാട്ടുകാർ അറിഞ്ഞാൽ അത് നമ്മുടെ കുടുംബത്തിന് തന്നെ ചീത്തപ്പേരാണ്. അതുകൊണ്ട് മോനൊന്ന് ആലോചിക്കുക. ഇപ്പോൾ വിനീഷ് തിരിച്ചു വന്നില്ലേ? ഇനി നീ അവളോട് എന്ത് പ്രതികാരം തീർക്കാനാണ് നോക്കുന്നത്? ഞാൻ ഇത്രയും നേരം വിനീഷിനോട് സംസാരിക്കുകയായിരുന്നു. അവന് അവളെ ഇഷ്ടമാണ്, പക്ഷേ പറഞ്ഞ് മനസ്സിലാക്കിയാൽ ഉറപ്പായിട്ടും മാറും എന്ന് എനിക്ക് തോന്നുന്നു. അതിന് എനിക്ക് ആദ്യം വേണ്ടത് നിന്റെ അഭിപ്രായമാണ്. നീ അവളെ സ്വീകരിക്കാൻ തയ്യാറാണോ? അവളെ നിന്റെ ഭാര്യയെ അംഗീകരിക്കാൻ നീ തയ്യാറാണെങ്കിൽ ഞാൻ സംസാരിക്കാം. നല്ലൊരു ബന്ധം കൊണ്ടുവന്നാൽ ഉറപ്പായിട്ടും അവൻ അതിലേക്ക് തിരിയും. അതുകൊണ്ടാണ് മുത്തശ്ശി പറയുന്നത്. അതിനൊക്കെ ഇനിയും ആലോചിക്കാൻ സമയമുണ്ടല്ലോ മുത്തശ്ശി. ഞാൻ യാത്ര കഴിഞ്ഞ് വന്നതാണ്. വന്ന് നേരെ അവളെയും വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നു. എനിക്കൊന്ന് കുറച്ചുനേരം കിടക്കണം, തലവേദനയുണ്ട്, അവൻ പറഞ്ഞു. അതെയോ, എന്നാ റെസ്റ്റ് എടുക്ക്, മുത്തശ്ശി കാപ്പി കൊണ്ടുവരാൻ പറയാം, അവർ പറഞ്ഞു. വേണ്ട മുത്തശ്ശി, എനിക്ക് ഭദ്രയുടെ വീട്ടിൽ നിന്നും കാപ്പി ഞാൻ കുടിച്ചതാണ്, ഇനി എനിക്ക് വേണ്ട, അവൻ പറഞ്ഞു. റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങി. അവൻ പുറത്തേക്കിറങ്ങി മുകളിലേക്ക് പടികൾ കയറുമ്പോഴാണ് വിനീഷിൻ്റെ അമ്മ അവനെ വിളിച്ചത്. സിദ്ധു, നിന്റെ തീരുമാനം എന്താണ്? നീ പറഞ്ഞില്ലല്ലോ, അവർ ചോദിച്ചു. ഒരു മകനെ ആരോ പിടിച്ചുകൊണ്ടു പോയിട്ടും ധാർഷ്ട്യത്തിനും അഹങ്കാരത്തിനും കുറവൊന്നുമില്ല, അവൻ മനസ്സിൽ വിചാരിച്ചു. എന്താണ് ഉദ്ദേശിച്ചത്? എനിക്ക് മനസ്സിലായില്ല, അവൻ ചോദിച്ചു. അല്ല, ഇപ്പോൾ വിനീഷ് വന്നല്ലോ, ഇനി ഭദ്രയെ അവനെക്കൊണ്ട് വിവാഹം കഴിപ്പിച്ചാൽ നന്നായിരിക്കുമെന്ന് തോന്നുന്നു. ഇനിയും നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ വഴക്ക് കൂടി നീ അവളോട് പ്രതികാരം വീട്ടേണ്ട ആവശ്യമില്ലല്ലോ. അവൻ എത്തിയില്ലേ? ഇനി വേണ്ടത് എന്താണെന്ന് അവൻ ചെയ്തുകൊള്ളും. അതുകൊണ്ട് ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ അവർ തമ്മിലുള്ള വിവാഹം നടത്തിയാലോ എന്ന് ആലോചിക്കുകയായിരുന്നു ഞങ്ങൾ, വിനീഷിൻ്റെ അമ്മ പറഞ്ഞു. ആലോചിക്കാം, എനിക്കെന്തായാലും ആലോചിച്ചല്ലേ പറ്റൂ എന്ന് പറഞ്ഞ് അവൻ മുകളിലേക്ക് കയറി. അവൻ മുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ കണ്ടു അവൻ്റെ മുറിയുടെ വാതിക്കൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന വിനീഷിനെ. എന്താടാ നീ ഇവിടെ നിൽക്കുന്നത്? സിദ്ധാർത്ഥ് അല്പം ഗൗരവത്തോടെയും ദേഷ്യത്തോടെയും ചോദിച്ചു. അത് പിന്നെ ഏട്ടാ, ഭദ്ര ഈ മുറിയിലാണോ? അവൻ ചോദിച്ചു. അതെ, സിദ്ധാർത്ഥ് ഒട്ടും കൂസലില്ലാതെ പറഞ്ഞു. അത് പിന്നെ സിദ്ധുവേട്ടാ, ഇനിയും അവളെ ഈ മുറിയിൽ? അത് മാത്രമല്ല, അവൾ ഈ മുറിയിൽ കിടക്കുന്നത് ശരിയല്ലല്ലോ. ഇവിടെ മറ്റു മുറികളില്ലേ? അവളെ അവിടെ താമസിപ്പിച്ചാൽ പോരായിരുന്നോ? അല്പം അനിഷ്ടത്തോടെ വിനീഷ് ചോദിച്ചു. അവള് ഇവിടെ എൻ്റെ മുറിയിലായതുകൊണ്ടാ ഇപ്പോഴും ജീവനോടെ നിൽക്കുന്നത്, അല്ലെങ്കിൽ കാണായിരുന്നു, സിദ്ധാർത്ഥ് പറഞ്ഞു. അതെന്താ ഏട്ടൻ അങ്ങനെ പറഞ്ഞത്? വിനീഷ് ചോദിച്ചു. അത് നിന്റെ ഒരു സഹോദരനും ഒരു സഹോദരിയില്ലേ, അവരോട് ചോദിച്ചു നോക്ക്. അത്രയും പറഞ്ഞ് അവൻ റൂമിലേക്ക് കയറി. അവൻ അപ്പോൾ തന്നെ വാതിലടച്ചു. വിനീഷ് അവൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാകാതെ അങ്ങനെ തന്നെ നിന്നു. സിദ്ധാർത്ഥ് റൂമിൽ ഭദ്രയെ നോക്കി. അവൾ ബാൽക്കണിയിൽ നിൽക്കുന്നത് അവൻ കണ്ടു. അവൾക്ക് താഴെ ലക്കിയും അവിടെ തന്നെ കിട്ടുവും കൂടെ നിൽക്കുന്നുണ്ട്. അവൾക്ക് കൂട്ടിയിരിക്കുന്നത് പോലെയാണ് നിൽക്കുന്നത്. അവർക്ക് അവളുടെ വിഷമം പെട്ടെന്ന് മനസ്സിലായതുപോലെ അവന് തോന്നി. അവൻ അവളുടെ അടുത്തേക്ക് ചെന്നു. ഭദ്ര, അവൻ വിളിച്ചു. അവൾ തിരിഞ്ഞു നോക്കി. വിഷമമായോ നിനക്ക്? അവൻ ചോദിച്ചു. ചെറുതായിട്ട്, അവൾ ചെറിയൊരു പുഞ്ചിരിയോടെ പറഞ്ഞു. ഞാൻ എന്തും നേരിടാൻ തന്നെയാണ് ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ട് സങ്കടങ്ങളും വിഷമങ്ങളും എല്ലാം ഞാൻ അവിടെ വെച്ചിട്ടാണ് വന്നത്.
പെട്ടെന്നുള്ള സിദ്ധുവേട്ടൻ്റെ അഭിനയമായതുകൊണ്ട് ഒന്ന് പതറിയെന്ന് മാത്രം അവൾ പറഞ്ഞു. അവളുടെ സംസാരം കേട്ട സിദ്ധാർത്ഥിൻ്റെ മനസ്സിന് ഒരു സമാധാനം തോന്നി. അപ്പോൾ എന്തും നേരിടാൻ തയ്യാറാണ് അല്ലേ? ഇനി അങ്ങോട്ട് നമ്മൾ രണ്ടുപേരും കൂടി ഫൈറ്റ് കുറച്ചൊക്കെ ഉണ്ടാകും. അതിന് കട്ടയ്ക്ക് എൻ്റെ കൂടെ നിന്നോളണം. ഞാൻ ഒന്ന് പറഞ്ഞാൽ 10 പറയുന്ന എൻ്റെ പഴയ സൂര്യയായിട്ട്, അവൻ പറഞ്ഞു. അത് ഞാൻ നോക്കിക്കൊള്ളാം, അവളും തിരിച്ചു പറഞ്ഞു. ഇതെന്താണ് രണ്ടുപേരും ഇത്രയും പെട്ടെന്ന് കൂട്ടായോ? അവൻ ചോദിച്ചു. കൂട്ടൊന്നും ആയിട്ടില്ല. ഞാനിങ്ങനെ നിൽക്കുന്നത് കണ്ട് രണ്ടുപേരും എൻ്റെ പുറകെ തന്നെ കൂടി. എന്താണെന്ന് മനസ്സിലായില്ല, അവൾ പറഞ്ഞു. അതോ, അവരുടെ വായാടി ചേച്ചി ഇങ്ങനെ മിണ്ടാതെ ഒരു മൂലയ്ക്ക് ഇരിക്കുന്നത് കണ്ട് രണ്ടുപേരും വിഷമിച്ച് നോക്കി നിൽക്കുന്നതാ അല്ലേ കിട്ടു? അല്ലേ ലക്കി? അവൻ ചോദിച്ചു. സിദ്ധാർത്ഥ് താഴെ നിൽക്കുന്ന ലക്കിയെ കുഞ്ഞ് കയ്യിലേക്ക് എടുത്തു. മറു കൈകൊണ്ട് കിട്ടുവിനെയും എടുത്തു. രണ്ടുപേരും എപ്പോഴും ദേ എൻ്റെ സൂര്യക്കുട്ടിയുടെ കൂടെ ഉണ്ടാകണം. പിന്നെ സൂര്യ, മനുഷ്യനേക്കാൾ ഏറ്റവും വിശ്വസിക്കാൻ നല്ലത് ദേ ഇവന്മാരെ പോലെയുള്ള മിണ്ടാപ്രാണികളെയാണ്, സിദ്ധാർത്ഥ് പറഞ്ഞു. ഭദ്ര കൈനീട്ടി കിട്ടുവിനെ വാങ്ങി. കുറച്ച് പരിഭവം കൂടുതൽ കിട്ടുവിനാണ് എന്ന് അവൾക്കറിയാമായിരുന്നു. അതുകൊണ്ടാണ് അവൾ ആദ്യം അങ്ങനെ ചെയ്തത്. സിദ്ധാർത്ഥിൻ്റെ കയ്യിൽ ലക്കിയും ഇരുന്നു. അവൻ അവളുടെ ഷോൾഡറിലൂടെ കൈയിട്ടുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു. അവർക്ക് രണ്ടുപേർക്കും ഇടയിൽ കിട്ടുവും ലക്കിയും. അതേ, അധികം സ്നേഹപ്രകടനം ഈ ബാൽക്കണിയിൽ വെച്ച് വേണ്ട. ചുറ്റും കണ്ണുകളുണ്ടാവും. നമുക്ക് നമ്മുടെ റൂമിൽ എന്തുമാകാം, പക്ഷേ ഇവിടെ വേണ്ട. ആ റൂമിന് പുറത്ത് നമ്മൾ രണ്ടുപേരും ശത്രുക്കളാണ്. അത് കുറച്ചു നാളത്തേക്ക് മാത്രം. ഇവരുടെ മുന്നിൽ നല്ലൊരു അഭിനയം കാഴ്ചവെക്കാം നമുക്ക്. എന്തു പറയുന്നു? സിദ്ധാർത്ഥ് ചോദിച്ചു. അവൾ ചിരിച്ചുകൊണ്ട് സമ്മതിച്ചു. അപ്പോൾ സിദ്ധാർത്ഥിൻ്റെ മനസ്സിൽ ഒരു തണുപ്പ് വീഴുകയായിരുന്നു. നല്ല വിഷമമാകും അവൾക്ക്. വല്ലാതെ സങ്കടപ്പെട്ട് വിഷമിച്ച് കരഞ്ഞ് ഇരിക്കുകയായിരിക്കും എന്ന് കരുതിയ സ്ഥാനത്ത് പുഞ്ചിരിയോടെ നിൽക്കുന്ന അവളെ കണ്ട് എല്ലാം നേരിടാൻ തനിക്ക് കൂട്ടായി എന്നതുപോലെ നിൽക്കുന്നതാണ് അവൻ കണ്ടത്. ആരൊക്കെയോ കൊടുത്ത നല്ലൊരു ക്ലാസ് അവൾക്ക് പുറകിൽ ഉണ്ടെന്നറിയാം. അത് ജിഷയും അലീനയും ആകുമെന്നും അവന് ഉറപ്പിച്ചിരുന്നു. പിന്നെ സൂര്യ ബോൾഡായിരുന്നു. തൻ്റെ കാര്യങ്ങൾ മാത്രമാണ് കുറച്ച് അവൾ പൊസസീവ്നെസ്സും കുട്ടിത്തരവും കാണിക്കുന്നത്. തൻ്റെ കാര്യങ്ങൾ വരുമ്പോൾ അവൾ എപ്പോഴും തനിക്ക് ഒരു കുട്ടിയാണ്. കുട്ടിയെപ്പോലെ മാത്രമേ അവൾ ചിന്തിക്കൂ. അവൻ മനസ്സിലോർത്തു. അവൻ അവളെയും കൊണ്ട് റൂമിലേക്ക് വന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് വീട്ടിൽ നിന്നും ഇറങ്ങിയത്. പക്ഷേ ഇനി ലഞ്ച് കഴിക്കാൻ താഴേക്ക് പോകേണ്ട കാര്യം ഓർക്കുമ്പോൾ വല്ലാതെ ദേഷ്യം വരുന്നുണ്ട് എനിക്ക്. അത് മറ്റൊന്നും കൊണ്ടല്ല, അവൻ്റെ ആ തുറച്ചുനോട്ടം, അവൾ പറഞ്ഞു. പേടിക്കണ്ട, ഞാനില്ലേ കൂടെ. പെട്ടെന്ന് അവന് ഞാൻ നിന്നെ വിട്ടുകൊടുക്കും എന്നുള്ള രീതിയിൽ എന്തായാലും പെരുമാറില്ല. അതുകൊണ്ട് എനിക്ക് നിന്നെ എല്ലാവരുടെയും മുന്നിൽ പ്രൊട്ടക്റ്റ് ചെയ്യാം, പ്രത്യേകിച്ച് അവൻ്റെ മുന്നിൽ. അതുകൊണ്ട് ടെൻഷൻ ആവണ്ട. ഞാനൊന്ന് ഈ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വരട്ടെ, അവൻ പറഞ്ഞു. അവൻ പറഞ്ഞ് നടക്കാൻ പോയതും തിരിഞ്ഞു നിന്നുകൊണ്ട്, അല്ലെങ്കിൽ വേണ്ട, നീ കൂടി വാ, നമുക്ക് ഒരുമിച്ച് ഫ്രഷാകാം, അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ചു. അത് കേട്ടതും അവൾ അവൻ്റെ കയ്യിൽ നിന്നും കൈവിടിയിക്കാൻ നോക്കിക്കൊണ്ട് പറഞ്ഞു. തനിയെ പോയി ഫ്രഷായ മതി, വേണമെങ്കിൽ ഇവരെയും കൂട്ടിക്കോ, അവൾ പറഞ്ഞു. അയ്യോ, അത് വേണ്ട, എനിക്ക് കൂട്ടിനല്ലേ നീയുള്ളത്, അതുകൊണ്ട് നിന്നെ മതി എന്ന് പറഞ്ഞ് അവൻ അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചു. അപ്പോൾ തന്നെ കിട്ടു പറന്നുപോയി. ലക്കിയെ അവൻ തൻ്റെ കയ്യിൽ പിടിച്ച് താഴേക്ക് ഇറക്കി വിട്ടു. അവൻ റൂമിലേക്ക് നടന്നു. എന്നാൽ റൂമിന് പുറത്ത് ടെൻഷനോടെയും വെപ്രാളത്തോടെയും വിനീഷ് നടക്കുന്നുണ്ടായിരുന്നു. അവന് സിദ്ധാർത്ഥും ഭദ്രയും തമ്മിൽ അടുപ്പമായോ എന്ന് പോലും ചെറിയൊരു സംശയം മനസ്സിൽ തോന്നിത്തുടങ്ങി. കാരണം ഭദ്രയെ ഇഷ്ടപ്പെടാതിരിക്കാൻ ആർക്കും പറ്റില്ല. ഒരുപാട് ആൺകുട്ടികളുടെ നോട്ടം അവൾക്ക് പിന്നാലെ ഉണ്ടായിരുന്നു, കോളേജിൽ വെച്ച് പോലും. കോളേജിൽ വെച്ച് മാത്രമല്ല, പലയിടത്തും അവൻ കണ്ടിട്ടുണ്ട്. അവളെ ഇഷ്ടപ്പെടാത്ത ആരും ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ ഇനി എപ്പോഴെങ്കിലും സിദ്ധാർത്ഥന് അവളെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയോ എന്ന് പോലും അവന് തോന്നി. എന്തിനാണ് അവളെ ആ റൂമിൽ കിടത്തിയത് എന്നുള്ള ചിന്ത അവൻ്റെ മനസ്സിനെ വല്ലാതെ അലട്ടിക്കൊണ്ടിരുന്നു. അവൻ ദേഷ്യത്തോടെ താഴേക്ക് ചെന്നു. താഴെ ചെന്ന് അമ്മാ, അവൻ അമ്മയെ വിളിച്ചു. സിദ്ധുവേട്ടനും ഭദ്രയും ഒരു മുറിയിലാണോ താമസിച്ചു കൊണ്ടിരുന്നത്? അവൻ ദേഷ്യത്തോടെ ചോദിച്ചു. അത് കേട്ട് വിനീഷിൻ്റെ അമ്മയും ഗായത്രിയുടെ അമ്മയും പരസ്പരം നോക്കി. അത് മോനെ, അവൻ അങ്ങനെ പറഞ്ഞു. ഞങ്ങൾ വേറെ റൂമിൽ കിടത്താം എന്ന് പറഞ്ഞതാണ്. എനിക്ക് തോന്നുന്നു അവളെങ്ങാനും ഇനി ഓടിപ്പോകുമോ എന്ന് കരുതിയാണ് അവൻ കൂടെ കിടത്തിയത് എന്ന് തോന്നുന്നു, വിനീഷിൻ്റെ അമ്മ പറഞ്ഞു. അത് കേട്ടതും വിനീഷ് അമ്മയെ കോർപ്പിച്ചു നോക്കി.
കൂടെ കിടത്തിയതോ? അവൻ ചോദിച്ചു. അല്ല മോനെ, അവരാ റൂമിൽ അവൾ വേറെ സ്ഥലത്താണ് താഴെ കിടന്നത്. ഞാൻ കണ്ടു അവിടെ ബെഡൊക്കെ വിരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവർ ഒരുമിച്ച് ഇതുവരെ കിടന്നിട്ടൊന്നുമില്ല. പിന്നെ സിദ്ധുവിന് അവളോട് ദേഷ്യമായിരുന്നു. എപ്പോഴും അവൻ അവളെ വഴക്ക് പറയുമായിരുന്നു. ഞങ്ങൾക്ക് ചില നേരത്ത് വിഷമം തോന്നാറുണ്ട്. സങ്കടം അഭിനയിച്ചുകൊണ്ട് വിനീഷിൻ്റെ അമ്മ പറഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ വന്നില്ലേ, ഞാൻ നോക്കിക്കോളാം. അവളെ മറ്റൊരു റൂമിലേക്കുള്ള ആക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം, അവൻ പറഞ്ഞു. മോനെ വിനീഷ്, അത് പെട്ടെന്ന് വേണ്ട. അവനെ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കണ്ട. അവനെക്കൊണ്ട് കുറച്ച് ആവശ്യങ്ങൾ കൂടി നമുക്കുണ്ട്. ഞാൻ ഇത്രയും നേരം എന്നോട് പറഞ്ഞത് നീ മറന്നുപോയോ വിനീഷ്? ഗായത്രിയെയും വിജീഷിനെയും തിരിച്ചു കിട്ടണം. നഷ്ടപ്പെട്ടു പോയ ആ രത്നം അത് നമ്മുടെ കയ്യിലേക്ക് തിരിച്ചു വരണം. ചന്ദ്രമേനോനും ഭാര്യയും എവിടെയാണെന്ന് കണ്ടുപിടിച്ച് അവരെ ഇല്ലാതാക്കണം. അതിനിടയിൽ വെറുതെ സിദ്ധാർത്ഥിനെ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കണ്ട. അറിയാലോ നിനക്ക് അവൻ്റെ സ്വഭാവം. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്തതിന് ശേഷം വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് ചെയ്യാം. പിന്നെ ഞാൻ അവരുടെ മുന്നിൽ വെച്ച് ഭദ്രയെ നന്നായി സ്നേഹിക്കും. ഭദ്രയെയും സിദ്ധുവിനെയും. സിദ്ധുവിനോട് അവളെ വിഷമിപ്പിക്കരുത് എന്നെല്ലാം പറയും. അതോർത്ത് അത് കേട്ട് നീ ദേഷ്യപ്പെടാൻ നിൽക്കരുത്. ഞാൻ ഇപ്പോഴും അവൻ്റെ മുത്തശ്ശിയാണ് ഇവിടെ. നിങ്ങളാണ് എനിക്ക് അപരിചിതർ, അവർ പറഞ്ഞു. അറിയാം, പക്ഷേ എനിക്ക് അവളെ അവൻ്റെ ഒപ്പം കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, വിനീഷ് വിഷമത്തോടെ പറഞ്ഞത് കേട്ടതും ഭാനുമതി അവൻ്റെ അടുത്തേക്ക് ചെന്നു. അറിയാം മുത്തശ്ശിക്ക്, പക്ഷേ ഇപ്പോൾ സമയമായിട്ടില്ല. അവളെ നിനക്ക് തന്നെ തരും. അത് മുത്തശ്ശി തരുന്ന ഉറപ്പാണ്, ഭാനുമതി പറഞ്ഞു. ആ സമയത്താണ് മുകളിൽ നിന്നും സിദ്ധാർത്ഥ് ഇറങ്ങി വന്നത്. സിദ്ധാർത്ഥിനെ കണ്ട ഭാനുമതി പരിഭ്രമത്തോടെ വിനീഷിൻ്റെ അടുത്ത് നിന്ന് മാറി. എന്നാൽ സിദ്ധാർത്ഥ് അത് കണ്ടിരുന്നു. അവർ പറയുന്നത് കേൾക്കുകയും ചെയ്തിരുന്നു. ഹായ്, അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ നമ്മുടെ ഈ സ്റ്റോറി തീർന്നു വരുന്ന സ്റ്റോറിയിലേക്ക് കുറച്ച് നല്ല കഥാപാത്രങ്ങളുടെ പേര് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ദൃശ്യം ബ്ലോഗിലുള്ള ഒരിക്കൽ കൂടിയിൽ. അതിലാണ് ഞാൻ പറഞ്ഞത്. ഇതിലും ഞാൻ പറയുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പേരുകൾ പറയാം. ഇനി നിങ്ങളുടെ പേര് തന്നെ ആവാം. ചിലപ്പോൾ നായികയ്ക്കോ ആ പേരുകൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആ അവസരം ഞാൻ നിങ്ങൾക്കായി തരികയാണ്. 2 കഥയിലേക്കും പറ്റിയ നായകനും നായികയ്ക്കും അതിലെ എല്ലാ കഥാപാത്രങ്ങൾക്കും പറ്റിയ പേരുകൾ നിങ്ങൾക്ക് പറയാം. അപ്പോൾ വീണ്ടും കാണാം. ടാറ്റാ.